ഇവിടെ ഗൊറേറ്റി സ്റ്റോം ഉള്ള കാരണം കൊണ്ട് കാറ്റിനും മഴയ്ക്കും മഞ്ഞിനൊക്കെ സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു സ്ക്രോംലെറ്റ് ഉണ്ടാക്കിയാലോ. മുമ്പ് ഞാൻ ഒരിക്കല് എന്റെ ഒരു റീൽസിൽ സ്ക്രോംലെറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചപ്പം ഒരുപാട് പേര് അതിനെ കുറിച്ച് സംശയം ചോദിച്ചായിരുന്നു. ഈ സ്ക്രോംലെറ്റ് എന്ന് പറയുന്നത് ഓംലെറ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ ഓംലെറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്. മനസ്സിലായില്ല അല്ലെ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതൊരു ഹൈബ്രിഡ് എഗ് ഡിഷ് ആണ് കേട്ടോ. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗിനെ പിടിച്ചിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഐറ്റം. അതായത് ഈ ഡിഷിന്റെ അടിഭാഗം ശരിക്കും ഒരു ഓംലെറ്റ് പോലെയും മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷനും ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ഒക്കെ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തോ പ്ലെയിൻ ആയിട്ടാണ് കഴിക്കാറ്. അടുത്തതായിട്ട് ഇച്ചിരി ബട്ടറിൽ ഇച്ചിരി ഗാർലിക്കും മഷ്റൂംസും കുറച്ച് ബേബി സ്പിനാച്ചും പിന്നെ ആവശ്യത്തിന് സോൾട്ടും പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒന്ന് സോട്ടേ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അടുത്ത പ്ലേറ്റിംഗ് ആണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് പീപ്പിൾ ഈറ്റ് വിത്ത് ദർ ഐസ് ഫെസ്റ്റ്. കൂടെ യോഗർട്ട് വിത്ത് ചിയ സീഡ്സും കുറച്ച് പ്ലംസും. അപ്പം എന്റെ സ്ക്രോംലെറ്റ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് ഇമോജി കോമന്റ് ചെയ്യാൻ മറക്കല്ലേ.